ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കക്കയിറച്ചി കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ എല്ലാവർക്കും നിമിഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കക്കയിറച്ചി നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണേ. ഞാൻ ഓൾറെഡി കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കട്ടെ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം പറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിനു ശേഷം ഞാൻ അരിഞ്ഞ് വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടണം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട, ചെറുതായിട്ട് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ടാണ് വഴറ്റുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് വിട്ടുപോയി, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റി വെച്ച് കക്കയിറച്ചി എടുത്ത് ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുത്താൽ മതി. അത്യാവശ്യം നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വാദിനനുസരിച്ചും എരിവിനനുസരിച്ചും ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ അത് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ വഴറ്റി നല്ല ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. എന്നിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.